ബ്രേക്ക് സിസ്റ്റത്തിലെ ഘടകങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള ഈ സെക്ഷനിലേക്ക് സ്വാഗതം. ഈ വ്യായാമത്തിൻ്റെ അവസാനം നിങ്ങൾക്ക് സാധ്യമാകുന്നത് ഒരു വാഹനത്തിലെ ന്യൂമാറ്റിക് ബ്രേക്ക് അല്ലെങ്കിൽ എയർ ബ്രേക്ക് സിസ്റ്റത്തിൻ്റെ ഘടകങ്ങൾ തിരിച്ചറിയുക, ഒരു എയർ ബ്രേക്ക് സിസ്റ്റത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന മെക്കാനിസം മനസ്സിലാക്കുക. ആവശ്യമായ ഉപകരണങ്ങളും മെറ്റീരിയലുകളും: ട്രെയിനിയുടെ ടൂൾ കിറ്റ്, എയർ ബ്രേക്ക് സിസ്റ്റമുള്ള ഒരു വാഹനം, കോട്ടൺ വേസ്റ്റ് ആവശ്യാനുസരണം. ഒരു ഡയഫ്രത്തിൽ പ്രഷർ അപ്ലൈ ചെയ്യാൻ കംപ്രസ് ചെയ്ത എയർ ഉപയോഗിക്കുന്ന ഒരു തരം വാഹന ബ്രേക്കാണ് എയർ ബ്രേക്ക് സിസ്റ്റം. വാഹനം നിർത്താൻ ബ്രേക്ക് പാഡിനെ എനേബിൾ ചെയ്യുന്നു. വലിയ ഹെവി വാഹനങ്ങളിൽ എയർ ബ്രേക്കുകൾ ഉപയോഗിക്കുന്നു, പ്രത്യേകിച്ചും ട്രക്കുകൾ, ബസ്സുകൾ തുടങ്ങിയ ബ്രേക്ക് സിസ്റ്റവുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഒന്നിലധികം ട്രെയിലറുകൾ ഉള്ളവ. മെക്കാനിക്കൽ എനർജിയെ ന്യൂമാറ്റിക് എനർജിയാക്കി മാറ്റുന്ന എനർജി വിതരണ യൂണിറ്റാണ് എയർ കംപ്രസർ. പല എയർ ബേസ് ചെയ്തിട്ടുള്ള സിസ്റ്റത്തിലും നമുക്ക് ചുറ്റുമുള്ള വായു വലിച്ചെടുക്കുകയും പിന്നീട് ശക്തമായ ഫോഴ്സിൽ പമ്പ് ചെയ്യുകയും ചെയ്യുന്നു. ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിൽ സൂക്ഷിക്കാനും ഇത് നമ്മളെ അനുവദിക്കുന്നു. അടുത്തതായി റെസിപ്രോക്കേറ്റിംഗ് എയർ കംപ്രസർ സിസ്റ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. സാധാരണയായി കംപ്രസറിലേക്ക് പോകുന്നതിന് മുമ്പ് ഇൻകമിംഗ് വായുവിൽ നിന്ന് പൊടിപടലങ്ങൾ നീക്കം ചെയ്യുന്നതിനായി കംപ്രസറിന് മുന്നിൽ ഒരു ഫിൽട്ടർ സ്ഥാപിക്കുന്നു. മർദ്ദം കണക്കാക്കിയ റിസർവോയർ ബ്രേക്കിങ്ങിനോ ഓക്സിലറി എയർ സിസ്റ്റത്തിനോ ആവശ്യമുള്ളതുവരെ കംപ്രസ് ചെയ്ത വായു സംഭരിക്കുന്നു. എഞ്ചിനോ കംപ്രസറോ തകരാറിലായാൽ ഒന്നിലധികം ബ്രേക്ക് ആപ്ലിക്കേഷനുകൾക്ക് ആവശ്യമായ വായു സ്റ്റോർ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഒരു വാഹനത്തിലെ റിസർവോയറുകളുടെ എണ്ണവും വലിപ്പവും ബ്രേക്ക് ചേമ്പറുകളുടെ എണ്ണത്തെയും അവയുടെ വലിപ്പത്തെയും പാർക്കിംഗ് ബ്രേക്ക് കോൺഫിഗറേഷനെയും ആശ്രയിച്ചിരിക്കും. ഗവർണർ കംപ്രസറിൽ നിന്ന് വായു പുറത്തേക്ക് വിടുന്നില്ലെങ്കിൽ ടാങ്കുകൾ പൊട്ടിത്തെറിക്കുന്നില്ലെന്ന് ഒരു സുരക്ഷാ വാൽവ് ഉറപ്പാക്കുന്നു. സ്പ്രിംഗ് ലോഡഡ് ബോൾ ഉള്ള വാൽവ് റിസർവോയറിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് വായു പോകാൻ അനുവദിക്കുന്നു. അതിൻ്റെ പ്രഷർ സ്പ്രിംഗ് ഫോഴ്സിനാൽ സജ്ജീകരിക്കപ്പെടുന്നു. ഹാൻഡ് ബ്രേക്ക് ചേമ്പറിലേക്ക് വായു ഒഴുകാൻ ലിവർ അനുവദിക്കുന്നു. അത് പിന്നീട് ഒരു ഡയഫ്രം ചലിപ്പിക്കുന്നു. കംപ്രസ് ചെയ്ത വായുവിൻ്റെ ഫോഴ്സിനെ മെക്കാനിക്കൽ ലിങ്കേജുകളിലേക്ക് മാറ്റാൻ ബ്രേക്ക് ചേമ്പർ ഉപയോഗിക്കുന്നു. ബ്രേക്ക് ചേമ്പർ എന്നത് ഒരു ഫ്ലെക്സിബിൾ ഡയഫ്രം കൊണ്ട് നടുവിൽ വിഭജിച്ചിരിക്കുന്ന വൃത്താകൃതിയിലുള്ള ഒരു കണ്ടെയ്നറാണ്. പ്രഷർ മാറുമ്പോൾ ചലിക്കുന്ന ഒരു ഫ്ലെക്സിബിൾ മെമ്പറൈനാണ് ഡയഫ്രം. ഇത് പലപ്പോഴും വിവിധ മെക്കാനിക്കൽ സിസ്റ്റങ്ങളിൽ ഉപയോഗിക്കുന്നു. സർവീസ് ബ്രേക്ക് ചേമ്പറുകൾ വാഹനത്തിൻ്റെ ബ്രേക്കിൽ ഇടപഴകുന്നതിന് എയർ പ്രഷറിനെ മെക്കാനിക്കൽ ഫോഴ്സാക്കി മാറ്റുന്നു. ഈ ഫോഴ്സ് എയർ പ്രഷറിനെയും ഡയഫ്രം വലുപ്പത്തെയും ആശ്രയിച്ചിരിക്കുന്നു. എന്നാൽ ഡയഫ്രം ലീക്ക് വായു പുറത്തേക്ക് പോകാൻ അനുവദിക്കുന്നതിലൂടെ ബ്രേക്ക് ചേമ്പറിൻ്റെ എഫക്റ്റീവ്നെസ് കുറയ്ക്കുന്നു. ചക്രത്തിൻ്റെ ഭ്രമണം നിർത്താൻ വീലിൻ്റെ അടുത്ത് ഒരു ബ്രേക്ക് ചേമ്പർ സാധാരണയായി ആക്സിലിൽ ഘടിപ്പിച്ചിരിക്കുന്നു. നേരത്തെ ചർച്ച ചെയ്തതുപോലെ എയർ പ്രഷർ ഡയഫ്രത്തെ തള്ളുന്നു. അത് പുഷ് റോഡിൻ്റെയും ബ്രേക്ക് പിസ്റ്റണിൻ്റെയും ചലനത്തിന് കാരണമാകുന്നു. ഇത് ബ്രേക്ക് ക്യാംഷാഫ്റ്റ് ട്വിസ്റ്റ് ചെയ്യാൻ പുഷ് റോഡ് ചലനത്തെയും ബ്രേക്കുകൾ ചലിപ്പിക്കുന്നതിന് എസ് ക്യാമുകളും പരിവർത്തനം ചെയ്യുന്നു. ബ്രേക്ക് ചേമ്പറിൽ എയർ ഡയഫ്രത്തിൽ പ്രവർത്തിക്കുന്നു. ഇത് ബ്രേക്ക് ഡ്രമ്മിനുള്ളിൽ പുഷ് റോഡിലൂടെയും അഡ്ജസ്റ്റബിൾ ലിവർ വഴിയും ക്യാം കറങ്ങുന്നു. ബ്രേക്ക് പ്ലേറ്റ് വീൽ ഡ്രമ്മിന് നേരെ ഫ്രിക്ഷൻ സൃഷ്ടിക്കുകയും വീൽ ചലിക്കുന്നത് നിർത്താൻ സഹായിക്കുകയും ചെയ്യും. പ്രഷർ റിലീസ് ചെയ്യുമ്പോൾ റിട്ടേൺ സ്പ്രിംഗ് ഡയഫ്രവും പുഷ് റോഡും റീസെറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഫലമായി വീൽ കറങ്ങുന്നു. ഫുഡ് വാൽവ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ഇപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം. പെഡൽ പ്രഷർ ഉപയോഗിച്ച് ഡ്രൈവർ ബ്രേക്ക് എയർ നിയന്ത്രിക്കുന്നു. അത് ഒരു എക്സോസ്റ്റ് പോർട്ടിലൂടെ പുറത്തുവിടുന്നു. ഫുഡ് വാൽവ് റിസർവോയറുകളിൽ നിന്ന് കംപ്രസ് ചെയ്ത എയർ ബ്രേക്കിങ്ങിനായി വലിച്ചെടുക്കുകയും ഫൂട്ടിൻ്റെ പ്രവർത്തനത്തിലൂടെ പ്രയോഗിക്കുകയും ചെയ്യുന്നു. ഫുഡ് വാൽവിന് 2 ഇൻലെറ്റുകളും 2 ഔട്ട്ലെറ്റുകളും ഉണ്ട്. ജോഡികളിൽ ഒന്നിനെ പ്രൈമറി എന്നും മറ്റേ ജോഡിയെ സെക്കൻഡറി എന്ന് വിളിക്കുന്നു. കംപ്രസ് ചെയ്ത എയർ സാധാരണയായി സപ്ലൈ പോർട്ടിലായിരിക്കും. അതേസമയം ഡെലിവറി പോർട്ട് അറ്റ്മോസ്ഫിയറിക് പ്രഷറിലാണ്. ബ്രേക്ക് പ്രയോഗിക്കുമ്പോൾ അത് പെട്ടെന്നുള്ള ചാട്ടത്തിന് കാരണമാകുന്നു. പ്രൈമറി പിസ്റ്റൺ ചലിപ്പിക്കുന്നതിന് കാരണമാകുന്ന പ്ലഞ്ച് താഴേക്ക് സഞ്ചരിക്കും. ഇത്
കൂടുതൽ നീങ്ങുകയാണെങ്കിൽ എക്സോസ്റ്റ് വാൽവ് അടയുകയും പ്രൈമറി ഇൻലെറ്റ് വാൽവ് സീറ്റിൽ നിന്ന് പുറത്തേക്ക് തള്ളുകയും ചെയ്യും. ഇത് പ്രഷറൈസ് ചെയ്ത എയർ എക്സോസ്റ്റ് പോർട്ടിലേക്ക് സഞ്ചരിക്കാൻ ഇടയാകും. പ്ലഞ്ചിൽ അധിക പ്രഷർ പ്രയോഗിക്കുമ്പോൾ സെക്കൻഡറി പിസ്റ്റണും സെക്കൻഡറി ഇൻടേക്ക് വാൽവ് സീറ്റും നീങ്ങുന്നു. ഇത് കംപ്രസ് ചെയ്ത എയർ എക്സോസ്റ്റ് പോർട്ടിലേക്ക് സഞ്ചരിക്കാൻ അനുവദിക്കുന്നു. ബ്രേക്ക് പ്രയോഗിക്കുമ്പോൾ അത് പെട്ടെന്നുള്ള ചാട്ടത്തിന് കാരണമാകുന്നു. പ്രൈമറി പിസ്റ്റൺ ചലിപ്പിക്കുന്നതിന് കാരണമാകുന്ന പ്ലഞ്ച് താഴേക്ക് സഞ്ചരിക്കും. ഇത് കൂടുതൽ നീങ്ങുകയാണെങ്കിൽ എക്സോസ്റ്റ് വാൽവ് അടയുകയും പ്രൈമറി ഇൻലെറ്റ് വാൽവ് സീറ്റിൽ നിന്ന് പുറത്തേക്ക് തള്ളുകയും ചെയ്യും. ഇത് പ്രഷറൈസ് ചെയ്ത എയർ എക്സോസ്റ്റ് പോർട്ടിലേക്ക് സഞ്ചരിക്കാൻ ഇടയാകും. പ്ലങ്കിൽ അധിക പ്രഷർ പ്രയോഗിക്കുമ്പോൾ സെക്കൻഡറി പിസ്റ്റണും സെക്കൻഡറി ഇൻടേക്ക് വാൽവ് സീറ്റും നീങ്ങുന്നു. ഇത് കംപ്രസ് ചെയ്ത എയർ എക്സോസ്റ്റ് പോർട്ടിലേക്ക് സഞ്ചരിക്കാൻ അനുവദിക്കുന്നു. എയർ ബ്രേക്ക് സിസ്റ്റത്തിലെ ഘടകങ്ങൾ തിരിച്ചറിയുന്നതിനെക്കുറിച്ച് ഈ വിഷയം സമ്മറൈസ് ചെയ്യാം. ഈ വിഷയത്തിൽ നമ്മൾ പഠിച്ചത് മുഴുവൻ എയർ ബ്രേക്ക് പ്രക്രിയയും ബ്രേക്ക് അസംബ്ലിയിലേക്ക് കംപ്രസ് ചെയ്ത എയർ സൃഷ്ടിക്കുകയും സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നു. അതുവഴി വീലിൻ്റെ ചലനം നിർത്തുന്നു. ബ്രേക്ക് ഫുട് വാൽവ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള വിശദമായ നിർദ്ദേശങ്ങൾ നമുക്കുണ്ടായിരുന്നു.